അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ. എൻ്റെ പരിദേവനങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ. എൻ്റെ പരിദേവനങ്ങൾ മനസ്സിലാക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നിലവിളി കേൾക്കണമേ. പുലരിയിൽ ഞാൻ ഒരുങ്ങി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രഭാതത്തിൽ എന്റെ സ്വരം ശ്രവിക്കണമേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. അക്രമി അങ്ങയോടത്ത് വസിക്കുകയില്ല. വമ്പ് പറയുന്നവർ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയില്ല. അധർമ്മികളെയെല്ലാം അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. വഞ്ചകരെയും ഘാതകരെയും തിരസ്കരിക്കുന്നു. അങ്ങയുടെ കൃപാധിക്യത്താൽ ഞാൻ തിരുഭവനത്തിൽ പ്രവേശിക്കും. പരിശുദ്ധാലയത്തിൽ അങ്ങേ ആരാധിക്കും. കർത്താവേ, ഭക്തിയിലും നീതിയിലും എന്നെ നയിക്കണമേ. വിരോധികളിൽ നിന്നുള്ള അപകടം നിമിത്തം അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അവരുടെ അധരങ്ങളിൽ പരമാർത്ഥമില്ല. അവരുടെ ഉള്ളിലോ ദുഷ്ടതയാകുന്നു. അങ്ങയിൽ ശരണപ്പെടുന്നവർ ആനന്ദിക്കും. അവർ അങ്ങേ എന്നേക്കും സ്തുതിക്കും. അങ്ങ് അവരിൽ വസിക്കുകയും ചെയ്യും. തിരുനാമം സ്നേഹിക്കുന്നവരെല്ലാം അങ്ങേ ശക്തി പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നീതിനിഷ്ഠരെ അനുഗ്രഹിക്കും. കർത്താവേ, പരിശ കൊണ്ടെന്ന പോലെ അങ്ങ് എന്നെ സംരക്ഷിക്കണമേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, രോഗിയായി എന്നിൽ കനിയണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, അങ്ങ് എത്രത്തോളം വൈകും. കർത്താവേ, എന്റെ നേരെ തിരിഞ്ഞ്
എനിക്ക് മോചനം നൽകണമേ. അങ്ങയുടെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ ആര് അങ്ങേ സ്മരിക്കും? ശിയോലിൽ ആര് അങ്ങേ സ്തുതിക്കും? നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു, രാത്രി തോറും കണ്ണുനീരുകൊണ്ട് തലയിണ നനച്ചു. ദുഃഖത്താൽ എന്റെ കണ്ണ് കലങ്ങി, ശത്രുക്കൾ നിമിത്തം ഞാൻ ഭയന്നു. അധർമ്മികളെ, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എന്റെ നിലവിളി ശ്രവിച്ചിരിക്കുന്നു. അവിടുന്ന് എന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. എന്റെ വൈരികളെല്ലാം ലജ്ജിതരാകും, അവർ ചിതറിക്കപ്പെടും, പിന്തിരിഞ്ഞോടുകയും അതിവേഗം നശിക്കുകയും ചെയ്യും. എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ ശരണപ്പെട്ടു. എന്നെ രക്ഷിക്കണമേ, മർദ്ദകരിൽ നിന്ന് മോചിക്കണമേ. സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കളയും, എന്നെ രക്ഷിക്കാനും മോചിക്കാനും ആരുമില്ലാതെയാകും. ദൈവമായ കർത്താവേ, ഞാൻ തിന്മ പ്രവർത്തിച്ചെങ്കിൽ, എന്റെ കൈകൾ പാപക്കറ പുരണ്ടതെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് പിടികൂടട്ടെ. തിന്മ ചെയ്തവരോട് ഞാൻ പകരം ചോദിച്ചെങ്കിൽ, അവർ എന്നെ തറയിലിട്ട് മെതിച്ചുകൊള്ളട്ടെ. വിരോധിയെ അകാരണമായി ദ്രോഹിച്ചെങ്കിൽ, എന്റെ അഭിമാനം അവർ പൂഴിയിൽ ആഴ്ത്തട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, ശത്രുക്കളെ കീഴ്പ്പെടുത്തണമേ, എനിക്ക് നീതി നടത്തി തരണമേ. ജനതകളുടെ കൂട്ടം അങ്ങേ ചുറ്റി നിൽക്കട്ടെ, അവർക്ക് മേലുന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു, എന്റെ നീതിനിഷ്ഠയ്ക്കും നിഷ്കളങ്കതയ്ക്കും ഒത്തവിധം എന്നെയും വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സ് ഹൃദയവും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മ അവസാനിപ്പിക്കണമേ, ധാർമ്മികരെ ഉറപ്പിച്ചു നിർത്തണമേ. നീതിമാനായ ദൈവം എന്നെ സംരക്ഷിക്കുന്നു, പരമാർത്ഥ ഹൃദയരെ അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപനാകുന്നു, അവിടുന്ന് എപ്പോഴും കോപിക്കുന്നില്ല. ദുഷ്ടൻ പിന്മാറുന്നില്ലെങ്കിൽ ദൈവം വാളിന് മൂർച്ച കൂട്ടും, തന്റെ വില്ല് കുലയ്ക്കുകയും ചെയ്യും. അവിടുന്ന് ക്രോധത്തിന്റെ ആയുധങ്ങൾ സജ്ജമാക്കുന്നു, തന്റെ അസ്ത്രങ്ങൾ അഗ്നിമയമാക്കുന്നു. ദുഷ്ടൻ അധർമ്മവുമായി സംഗമിക്കുന്നു, തിന്മയെ ഗർഭം ധരിച്ച് വ്യാജത്തെ പ്രസവിക്കുന്നു. അവൻ ആഴമേറിയ കുഴി കുഴിക്കുന്നു, അവൻ തന്നെ അതിൽ വീഴുന്നു. അവന്റെ ദുഷ്ടത സ്വന്തം തലയിൽ പതിക്കും, അതിക്രമം നിറുകയിലേക്ക് ഇറങ്ങും. എന്റെ നീതിക്കൊത്ത വിധം കർത്താവിനെ ഞാൻ സ്തുതിക്കും, അത്യുന്നതനെ പാടിപ്പുകഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആദിയുമന്തവും ഞാനാകുന്നു, കർത്താവീശോ മിശിഹാനാഥ, ദിവ്യമാർന്നി ഉദയം പരിചിൽ ഘോഷിച്ചു. ദിവ്യമാർ വഴി നീ വെളിവാക്കി, നിന്നുടെ കൽപ്പനദാസർ ഞങ്ങൾ കൻപോടെ. റൂഹായാകം കൃപയിതരയിൽ സ്ലീഹന്മാർ വഴി ശോഭിച്ചു. കൃപയാൽ ഞങ്ങളെ മോചിതരായി തിന്മ വെടിഞ്ഞു ചരിക്കുന്നു. ജീവൻ നേടി വിളങ്ങുന്നു, രക്ഷിതരായി ഭവിക്കുന്നു. ആദിയുമന്തവുമായവനെ, തലമുറകൾക്കായി നീ മാത്രം കർത്താവാം ദൈവം. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ദിവ്യമാരെ, സ്നേഹന്മാരെ, സഹതാമാരെ, മൽപ്പാന്മാരെ പ്രാർത്ഥിപ്പിൻ.
ദൈവം കരുണ പൊഴിച്ചിടാനും വൈദിക വൃന്ദം യോജിപ്പിൽ നിലനിൽക്കാനും രാജാക്കന്മാർ രമ്യതയോടെ ധരയെ ഭരിച്ചു നടത്താനും സഭയുടെ സുതരാമഖിലർക്കും പാപപ്പൊറുതി ലഭിക്കാനും സഭയ ഭാവനഗേഹത്തിൽ ശാന്തി നിതാന്തം വളരാനും താതൻ സ്നേഹം ചൊരിയാനും കൃപയായി മിശിഹ കനിയാനും റൂഹ നിറയാനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമായി മനുജകുലത്തെ രഞ്ജിപ്പിക്കാൻ മണ്ണിൽ വന്നവനീശോയേ, തിരുരക്തത്താൽ നേടിയ സഭയിൽ ദയ കാണിക്കാൻ നാഥാ നീ കനിവാകേണം. നിന്നവതാരം അത്ഭുതകരമാം പാലനമതിലൂടെ അടയാളം തിരുവവതാര രഹസ്യത്തിൽ ഭിന്നത ചേർക്കും ദോഷകരെ കലഹപ്രിയരെ ചിതറിച്ച് സഭയെ കാത്തു നയിക്കേണം. സത്യം സതതം ഘോഷിക്കും വൈദിക നിരയെ നൽകേണം സഭയിൽ ചിരകാലം. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ, കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീതിനിഷ്ഠരെ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്കുന്നത് പരമാർത്ഥ ഹൃദയർക്ക് ഉചിതമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീതിനിഷ്ഠരെ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്കുന്നത് പരമാർത്ഥ ഹൃദയർക്ക് ഉചിതമല്ലോ. വീണമീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ, 10 തന്ത്രിയുള്ള കിന്നരത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ.
കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, സ്വരമാധുര്യത്തോടെ ആലപിക്കുവിൻ. കർത്താവിന്റെ വചനം സത്യമാകുന്നു, പ്രവൃത്തികളെല്ലാം വിശ്വസ്തങ്ങളാകുന്നു. കർത്താവ് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, അവിടുത്തെ കൃപയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ ആകാശമുണ്ടായി, അവിടുത്തെ ശ്വാസത്താൽ ആകാശശക്തികളും. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ, ഭൂവാസികളെല്ലാം തിരുമുൻപിൽ വിറകൊള്ളട്ടെ. അവിടുന്ന് അരുൾ ചെയ്തു, അവയുണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അവ സ്ഥാപിതമായി. കർത്താവിന്റെ പദ്ധതി നിത്യം നിലനിൽക്കുന്നു, തലമുറകൾ തോറും ഹൃദയ വിചാരങ്ങളും. കർത്താവ് ദൈവമായുള്ള ജനം അനുഗ്രഹീതം, അവിടുത്തെ അവകാശമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രിത്വരഹസ്യം വെളിവാക്കും രക്ഷാകരമാം സത്യങ്ങൾ മർത്യനു നൽകിയ മിശിഹായി നിത്യം പാടി നമിച്ചിടാം. മർത്യകുലത്തിനു ദൈവികമാ ജീവൻ നൽകാൻ ഉന്നതനാം ദൈവകുമാരൻ മാനവനായി മഹിമയണിഞ്ഞു മനുജകുലം. വിജ്ഞരെ ഭൂമിയിലഖിലേശൻ ലജ്ജിതരാക്കാനെളിയവരെ സുവിശേഷത്തിൻ സന്ദേശം നൽകാനിവിടെ നിയോഗിച്ചു. പാപത്തിൻ ഫലമാമൃതിയിൽ വീണ ജനത്തെ സ്വർഗത്തിൽ നൂതന ജീവൻ ഉടമകളായി മാറ്റിയ നാഥനെ വാഴ്ത്തിടാം. തിരുവചനത്തിൻ വിത്തുകളെ ഭാരതമാകെ വിതച്ചിടാൻ ശിഷ്യന് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി ഉയരട്ടെ, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കാൻ സത്യാത്മാവിനെ വാഗ്ദാനം ചെയ്ത മിശിഹായേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാലുള്ള മാമോദീസ സ്വീകരിക്കുവാൻ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ആശ്വാസപ്രദനെ അയച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന് പാപപ്രതി നൽകാൻ സ്ത്രീഹന്മാർക്ക് പരിശുദ്ധ റൂഹായി നൽകിയ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുവിശേഷ ദൗത്യം നിർവഹിക്കാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും അവരോട് കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവന്റെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ
മാർത്തോമാസ്ലിഹായെ ഭാരതത്തിലേക്ക് അയച്ചമിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമാ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ